ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആക്സിസ് ബാങ്കിൻ്റെ അറ്റ്ലസ് ക്രെഡിറ്റ് കാർഡാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് ട്രാവലിങ്ങിനും അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെയാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ്, എലിജിബിലിറ്റി, എങ്ങനെയാണ് ഈ കാർഡ് അപ്ലൈ ചെയ്യുക, ആർക്കൊക്കെയാണ് ഈ കാർഡ് കൊണ്ട് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ആദ്യമേ തന്നെ ഈ കാർഡിൻ്റെ വെൽക്കം ബെനിഫിറ്റ് നമുക്ക് നോക്കാം. നമ്മൾ ഈ കാർഡ് എടുത്തതിന് ശേഷം നമുക്ക് 2500 എഡ്ജ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. 2500 എഡ്ജ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു എഡ്ജ് പോയിൻറ്റിന് വാല്യൂ വരുന്നത് ₹1 തന്നെയാണ്. ഏറ്റവും അട്രാക്റ്റീവ് ആക്കുന്നൊരു കാര്യമാണ്. നമുക്ക് ബാക്കിയുള്ള കാർഡ്സിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ മിക്ക കാർഡുകൾ നോക്കുമ്പോൾ റിവാർഡ് പോയിൻ്റ് വാല്യൂ ഭൂരിഭാഗം കേസിൽ 25 പൈസ 50 പൈസ ഒക്കെയാണ് വരുന്നത്. ബട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എഡ്ജ് റിവാർഡ് പോയിൻ്റ് വാല്യൂ ₹1 വരുന്നുണ്ട്. ഈ കാർഡിന് നമുക്ക് 3 ടയർ ഓപ്ഷൻസ് ആണ് വരുന്നത്. അതായത് ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെൻഡിങ്ങിനനുസരിച്ച് നമുക്ക് ഇതിൽ 3 ടയർ ഓപ്ഷൻസ് വരുന്നുണ്ട്. സിൽവർ, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. സിൽവർ ടയർ എന്ന് പറയുമ്പോൾ 7.5 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്യുന്നതിലാണ് നമ്മൾ സിൽവർ ടയറിൽ നിൽക്കുന്നത്. 7.5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ ഇയർലി നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ ഗോൾഡിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആവും. 15 ലക്ഷത്തിന് മേലെയാണ് നമ്മൾ ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്ലാറ്റിനം ടയറിലായിരിക്കും. ഈ ഓരോ ടയറിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സ്ട്രാ ഫീച്ചേഴ്സും കൂടി വരുന്നുണ്ട്. സിൽവർ ടയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഡ്ജ് പോയിൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. ഗോൾഡ് ടയറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ 2500 എഡ്ജ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്ലാറ്റിനം ടയറിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 5000 എഡ്ജ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡൈനിങ്ങിന് നമുക്ക് ഈ കാർഡ് വഴി ഓഫേഴ്സ് വരുന്നുണ്ട്. 25% ഓഫാണ് നമ്മൾ ഡൈനിങ്ങിന് ഈസി ഡൈനർ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇതിനൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. മിനിമം 2000 രൂപയ്ക്ക് വരെയുള്ള ബില്ലിനാണ് നമുക്ക് 25% ഓഫ് കിട്ടുന്നത്. മന്ത്ലി നമുക്ക് 2 പ്രാവശ്യമാണ് ഈ ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ 3 ടയറിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട് നോക്കാം. സിൽവർ ടയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൗഞ്ച് ആക്സസിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 8 ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. 4 ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഗോൾഡ് ടയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 12 ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. 6 ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ പ്ലാറ്റിനം ടയറിൽ നോക്കുമ്പോൾ 18 ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസും 12 ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് ഈ ഓരോ ടയറിൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഓൾറെഡി എഡ്ജ് പോയിൻറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഈ കാർഡിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ 3 ലക്ഷം രൂപ ഇയർലി നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്തു. 2500 എഡ്ജ് പോയിൻറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുക. 7 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2500 എഡ്ജ് പോയിൻറ്റ്സ് കിട്ടും. 15 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 5000 എഡ്ജ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നത്. ഗോൾഡ്, റെൻറ്റ്, ജുവലറി പേയ്മെൻറ്റ്സ്, വാലറ്റ് റീലോഡിംഗ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ്, ഫ്യൂവൽ പേയ്മെൻറ്റ്സ്, ഈ പേയ്മെൻറ്റ്സ് ഒന്നും നമുക്ക് നമ്മുടെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റിൻ്റെ 15 ലക്ഷത്തിൻ്റെ സ്പെൻഡ് അല്ലെങ്കിൽ 7 ലക്ഷത്തിൻ്റെ സ്പെൻഡിലേക്ക് ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. നമുക്ക് ഈ കാർഡിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എഡ്ജ് റിവാർഡ് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. ട്രാവലിങ്ങിന് നമ്മൾ ഈ കാർഡ് വഴി 100 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ 100 രൂപയ്ക്ക് നമുക്ക് 5 എഡ്ജ് റിവാർഡ് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. മേക്ക് മൈ ട്രിപ്പിലോ ഈസി മൈ ട്രിപ്പിലോ ഒന്നും നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ അവരുടെ എയർലൈൻസ് ഇപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എയർലൈൻസിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി ബുക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 5 എഡ്ജ് പോയിൻറ്റ്സ് ഓരോ 100 രൂപയ്ക്കും കിട്ടുന്നത്. മന്ത്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 എഡ്ജ് മൈൽ പോയിൻറ്റ്സ് നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള സ്പെൻഡിങ്ങിനാണ് കിട്ടുന്നത്. ആഫ്റ്റർ 2 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 റിവാർഡ് പോയിൻറ്റ്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ്സിന് നമുക്ക് 1% ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. തേർഡ് പാർട്ടി വഴി നമ്മൾ എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ്സ് ചെയ്താലാണ് നമുക്ക് 1% കൊടുക്കേണ്ടി വരിക. വാലറ്റ് റീലോഡിംഗ് ഒക്കെ 10,000 രൂപയ്ക്ക് മേലെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് 1% കൊടുക്കേണ്ടതായിട്ട് വരും. ഫ്യൂവൽ പേയ്മെൻറ്റ് കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി 50,000 രൂപയ്ക്ക് മേലെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1% ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. റെൻറ്റ് പേയ്മെൻറ്റിന് നമുക്ക് ഇത് ബാധകമാണ്. യൂട്ടിലിറ്റി പേയ്മെൻറ്റ് കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി നമുക്ക് വരുന്ന ടാർജറ്റ് 25,000 രൂപയാണ്. അതിന് മേലെയാണ് നമ്മുടെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 1% നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഗെയിമിങ്ങിന് നമുക്ക് 10,000 രൂപയാണ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. മന്ത്ലി നമ്മൾ 10,000 രൂപയ്ക്ക് മേലെയാണ് ക്രെഡിറ്റ് കാർഡ് വഴി സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ 1% നമ്മൾ ഇതിൻ്റെ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. 3.5% ആണ് Forex മാർക്കപ്പ് ഫീ വരുന്നത്. നമുക്ക് കിട്ടുന്ന എഡ്ജ് പോയിൻറ്റ്സ് നമുക്ക് എയർ മൈൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എല്ലാ എയർ മൈൽസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും 1:2 റേഷ്യോയിലാണ് നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നത്. ഒരു എഡ്ജ് റിവാർഡ് പോയിൻറ്റ് നമ്മൾ ഒരു എയർ മൈൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കവിടെ 2 എയർ മൈൽസാണ് ഇക്വലൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഹോട്ടൽസിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാരിയറ്റ് ഒഴികെയുള്ള ഹോട്ടൽസിലൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മാരിയറ്റിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2:1 റേഷ്യോ ആണ്. 2 എഡ്ജ് റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ ഒരു മാരിയറ്റ് ബോൺവേ പോയിൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്വർ പോയിൻ്റ് കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിസിൻ്റെ 1 എഡ്ജ് പോയിൻറ്റ് ഈക്വൽ ടു 2 എക്വർ പോയിൻറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കിനി ഈ കാർഡിൻ്റെ ഫീസ് നോക്കാം. 5,000 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ഫീ വരുന്നത്.
ആനുവൽ ഫീ ആയിട്ട് നമുക്ക് 5000 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ഫീ വെയ്വർ ഒന്നും ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സാലറി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 12 ലക്ഷത്തിന് മേലെ സാലറി ഇയർലി ക്രെഡിറ്റ് ആവുന്ന ആൾക്കാരായിരിക്കണം. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് മേലെ സാലറി ഉണ്ടെങ്കിലാണ് അവർക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ കാർഡ് പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ആക്സിസ് ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അവരുടെ പ്രീ അപ്രൂവ്ഡ് കാർഡ്സിൽ ചിലപ്പോൾ അപ്രൂവ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത്യാവശ്യം നല്ലൊരു ലിമിറ്റുള്ള ഒരു ആക്സിസ് ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ കാർഡ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. അതുപോലെ തന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടും ലോണിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കി നോക്കാം, നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.